കിഫ്ബി മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനത്തെക്കുറിച്ച് തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്ന് ഇ ഡി. കിഫ്ബിയുടെ രേഖാമൂലമുള്ള മറുപടിയിൽ ഇക്കാര്യം വ്യക്തമാണെന്ന് ഇ ഡി സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതിയെ അറിയിച്ചു. നടപടികളിൽ നിന്ന് തോമസ് ഐസക് ഒഴിഞ്ഞുമാറുന്നുവെന്നും ഐസക്കിന്റെ മൊഴിയെടുക്കേണ്ടത് അനിവാര്യമെന്നും ഇ ഡി ഹൈക്കോടതിയിൽ അറിയിച്ചു. വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും. ശ്യാം, എന്തൊക്കെയാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇ ഡി വ്യക്തമാക്കുന്നത്? ഇതിൽ തോമസ് ഐസക് ഒഴിഞ്ഞു മാറുന്നു, ഈ നടപടികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ രൂക്ഷമായ വിമർശനം പോലെ ഉന്നയിക്കുന്നുണ്ടല്ലോ. ശ്രുതി, അങ്ങനെ തന്നെയാണ്. മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനങ്ങൾ സംബന്ധിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ പരിശോധിക്കുന്നത്. ഇക്കാര്യത്തിൽ തോമസ് ഐസക്കിന് ഈ ഫെമ നിയമലംഘനങ്ങൾ സംബന്ധിച്ച് മസാല ബോണ്ടുമായി ഇടപാടുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അറിവുണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്നതായി ആണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. കിഫ്ബിയുടെ രേഖാമൂലമുള്ള മറുപടിയിൽ നിന്നും ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട് എന്നുമാണ് പറയുന്നത്. അന്വേഷണ നടപടികളിൽ ഇതുവരെ കോടതി ഒരു സ്റ്റേ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. അതിനാലാണ് ഐസക്കിന് വീണ്ടും സമൻസ് അയച്ചത് എന്ന കാര്യവുമാണ് ഇ ഡി ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളിൽ നിന്ന് ഐസക് ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഇ ഡിയുടെ നടപടികളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന ഐസക് മാധ്യമങ്ങൾക്ക് മുന്നിൽ കോടതിയെയും അധികാരികളെയും വെല്ലുവിളിക്കുന്നു എന്ന കാര്യവും ഈ സത്യവാങ്മൂലത്തിൽ ഇ ഡി പറയുന്നു. ഐസക്കിന്റെ മൊഴിയെടുത്തെങ്കിൽ മാത്രമേ അന്വേഷണം മുന്നോട്ട് പോകൂ, മറ്റു ചിലർക്ക് സമൻസ് അയക്കാനും കഴിയൂ. അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ ഐസക്കിന്റെ മൊഴിയെടുക്കണം എന്ന കാര്യവുമാണ് ഇ ഡി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നേരത്തെ തോമസ് ഐസക് നൽകിയ ഹർജിയിലാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മറുപടി സത്യവാങ്മൂലം. മസാല ബോണ്ട് സംബന്ധിച്ച ഇടപാട് സംബന്ധിച്ച പ്രധാന തീരുമാനമെടുത്ത വ്യക്തിയാണ് ഐസക്. കിഫ്ബി ഹാജരാക്കിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ജനറൽ ബോഡി മിനിറ്റ്സുകളിൽ ഇക്കാര്യം വ്യക്തമാണ് എന്നുമാണ് ഇ ഡി വ്യക്തമാക്കുന്നത്. മസാല ബോണ്ടിലെ നിയമസാധുത പരിശോധിക്കണമെങ്കിൽ ഐസക്കിന്റെ മൊഴിയെടുക്കൽ അനിവാര്യമാണ്. അതോടൊപ്പം മസാല ബോണ്ട് ഇടപാടുകളിൽ തീരുമാനം കൈക്കൊണ്ട വ്യക്തികളുടെ മൊഴിയും പ്രധാനമാണ് എന്ന കാര്യവുമാണ് ഇ ഡി നൽകിയ ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ ഹർജി പരിഗണിക്കവേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡിയുടെ അന്വേഷണവുമായി കിഫ്ബി സഹകരിക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു ഹൈക്കോടതി ഒരു പരാമർശമായി നടത്തിയത്. പുതിയ സമൻസിന്മേൽ മറുപടി നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സാവകാശവും തേടിയിരുന്നു. ഈ ഹർജി മെയ് മാസം 22 പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു. ശരി, കിഫ്ബി മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനത്തെക്കുറിച്ച് തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്നാണ് ഇ ഡി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങളാണ് ശ്യാം ദേവരാജ് നൽകിയത്.